ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഏപ്രിൽ 25 വെള്ളിയാഴ്ചയാണ്, മേടം 11. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെ ദിവസമാണ്. പഹൽഗാം ആക്രമണത്തിൽ വലിയ ജാഗ്രതയിലാണ് രാജ്യം. ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അതിർത്തിയിൽ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവിധ തലങ്ങളിൽ യോഗങ്ങൾ നടക്കുകയാണ്. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്കായി സൈന്യം തെരച്ചിൽ തുടരുന്നു. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ശ്രീനഗറിലെത്തും. ഭീകരാക്രമണത്തെ തുടർന്ന് മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പ്രത്യേക അവലോകന യോഗം ചേരും. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയെ അറിയിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ജമ്മുകാശ്മീരിലെത്തും. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനു വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് വിനീത വേജിയും ചേരുകയാണ്. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വലിയ ജാഗ്രതയാണ്. ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ BSF ജവാനു വേണ്ടിയുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ജമ്മു കശ്മീരിൽ ഇന്ന് ഏറ്റവും നിർണായകമായ ചർച്ചകൾ നടക്കുന്നത് ശ്രീനഗറിലാണ്. ശ്രീനഗറിൽ ഇന്ന് രാവിലെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എത്തുകയാണ്. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലുള്ള കരസേനാ മേധാവിയുടെ സന്ദർശനം തന്നെയാണ് ഏറെ നിർണായകമാകുന്നത്. പാകിസ്ഥാനുമായി ഇന്ത്യ നയതന്ത്ര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ അതിന് മറുപടിയായി എത്തുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപകാലത്ത് ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നയതന്ത്രത്തിലൂടെ ഇന്ത്യ ശക്തമായ മറുപടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നു ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ. ഇനി തുടർന്നുള്ള നടപടികൾ എന്ത്, സൈനിക തലത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചർച്ചകളാണ് ഇന്ന് ശ്രീനഗറിൽ നടക്കുക. ഈ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം ഉന്നത സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നോർത്തേൺ കമാൻഡ് മേധാവി സച്ചീന്ദ്ര കുമാറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നിലവിൽ അതിർത്തി മേഖലയിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് സച്ചീന്ദ്രകുമാർ അദ്ദേഹം കരസേനാ മേധാവിയെ കാര്യങ്ങൾ ധരിപ്പിക്കും. തുടർന്നായിരിക്കും തുടർ നടപടികൾ എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അത് ഗ്രൗണ്ടിൽ നടപ്പാക്കുന്നതിനായി ഗ്രൗണ്ടിൽ ഈ സൈന്യത്തെ നയിക്കുന്ന നോർത്തേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ സച്ചീന്ദ്രകുമാറുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുക. ഉന്നതതല യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമുണ്ട്. അതിനുശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ച യോഗമുണ്ട്. ഈ യോഗങ്ങളിലെല്ലാം തന്നെ തുടർ നടപടികൾ സംബന്ധിച്ചുള്ള നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഉന്നതതലത്തിൽ. അത് ഗ്രൗണ്ടിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാകും ഇന്ന് ശ്രീനഗറിൽ നടക്കുക. അത് എന്ത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഉടൻ ഒരു ശക്തമായ നടപടിയിലേക്ക് രാജ്യം പോകുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അക്കാര്യത്തിൽ ഇന്നത്തെ ചർച്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേസമയം ജമ്മു കശ്മീരിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കരസേനാ മേധാവിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഒരു കടുത്ത സുരക്ഷാ വെല്ലുവിളി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഏറെ ഗൗരവതരമാണ്. ഇത് കണക്കിലെടുത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക സുരക്ഷ ശ്രീനഗറിൽ കരസേനാ മേധാവിക്കായി ഒരുക്കിയിരിക്കുന്നു. അതേസമയം ഈ പഹൽഗാം അടക്കമുള്ള ഇടങ്ങളിൽ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ ബൈസരൻ താഴ്വരയിൽ പൂർണ്ണമായും സൈന്യം വളഞ്ഞുള്ള തെരച്ചിലാണ്. അതിൽ ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘം ഉണ്ട്, കൂടാതെ CRPF സംഘമുണ്ട്. മറ്റ് സേനാ വിഭാഗങ്ങൾ, ഏജൻസികൾ അടക്കമുള്ളവർ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ വനമേഖല പൂർണ്ണമായും അരിച്ചുപെറുക്കിയുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിന്റെ 3-ാം ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ ചില തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളെ കണ്ടതായുള്ള സംശയത്തെ തുടർന്ന് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ഈ താഴ്വരയിൽ നൽകിയിട്ടുണ്ട്. പ്രധാനമായും പരിശോധനകളും ഈ മേഖലയിൽ പുരോഗമിക്കുന്നു. ഇന്നലെ മാത്രം 3 ഏജൻസികളാണ് ഈ ബൈസരനിലെ ആക്രമണമുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തിയത്.
NIA സംഘം പരിശോധന നടത്തിയിരുന്നു, IB സംഘം പരിശോധന നടത്തിയിരുന്നു. ഇത് കൂടാതെയാണ് ജമ്മുകശ്മീർ പോലീസ് കമാൻഡോസിന്റെ സംഘവും ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. കൂടാതെ CRPFന്റെ IGയും സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. ഇന്ന് കരസേനാ മേധാവി ഈ സംഭവസ്ഥലം സന്ദർശിക്കുമോ എന്ന സംശയം നിലനിന്നെങ്കിലും സൈനിക തലത്തിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഈ സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ BSF ജവാൻ നിലവിൽ ഇത്തരത്തിൽ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുമ്പോൾ BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് ആശങ്ക ഉയർത്തുന്നുണ്ട്. BSF കോൺസ്റ്റബിൾ PK സിംഗ് 2 ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ പിടിയിലായത്. ഈ അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തുന്നത്. ആദ്യഘട്ട ചർച്ചകൾ BSF നടത്തിയിരിക്കുന്നു പാക് റേഞ്ചേഴ്സുമായി. ആ ചർച്ചകളിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പാക് റേഞ്ചേഴ്സ് പങ്കുവച്ചിട്ടുണ്ട്, ഫോട്ടോകൾ പങ്കുവച്ചിട്ടുണ്ട്. തുടർന്ന് ഫ്ലാഗ് മീറ്റിംഗ് വേണമെന്ന ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നു. അതിന് കൃത്യമായ ഒരു സ്ഥലമോ അല്ലെങ്കിൽ എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ നിർണായകമാണ്. സാധാരണ നിലയിൽ ഒരു സമാധാനപരമായി കാര്യങ്ങൾ പോകുന്ന ഒരു അതിർത്തി മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഫ്ലാഗ് മീറ്റിംഗ് വെച്ച് പരസ്പരം കൈമാറുന്ന ഒരു പതിവാണ് ഉള്ളത് എങ്കിൽ ഈ ഫ്ലാഗ് മീറ്റിംഗ് എപ്പോൾ നടക്കും, അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ ആവശ്യത്തോട് BSFന്റെ ആവശ്യത്തോട് കൃത്യമായ പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തെ സങ്കീർണമാക്കുന്നത്. എന്നാൽ BSF ജവാന്റെ മോചനം എത്രയും വേഗം സാധ്യമാക്കണം എന്ന് തന്നെയാണ് BSF വ്യക്തമാക്കുന്നത്. അതിനായുള്ള തീവ്ര ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നും BSF അറിയിക്കുന്നു. ശരി ബൽറാം, വിനീത കൂടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. നമുക്ക് വിനീതയോടുകൂടെ ചോദിക്കാം. വിനീത, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി യോഗങ്ങളാണ് ഡൽഹിയിൽ ചേർന്നത്. ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതീവ ജാഗ്രതയോടുകൂടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് വരുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാന്റെ പ്രകോപനം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വിശദീകരിച്ചിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു മൊത്തം നടപടികൾ എന്തായിരിക്കും? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ വിവിധ മന്ത്രാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക യോഗങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. ഇന്നലെ രാത്രി സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്ത ചില നിർണായക തീരുമാനങ്ങളുണ്ട്. തുടർ നടപടികളടക്കം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വിവിധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് തീരുമാനിക്കും. ഇന്നലെ വിദേശകാര്യമന്ത്രിയും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തി. ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ ഇനി തുടർ നീക്കങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് അറിയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് കൂടി പാകിസ്ഥാന് ഇന്ത്യ കൈമാറിയിരിക്കുന്നു. ജലശക്തി മന്ത്രാലയം, ജലവിഭവ മന്ത്രാലയത്തിന്റെ, പാകിസ്ഥാന്റെ ജലവിഭവ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ നയതന്ത്ര മേഖലയിലടക്കം കടുത്ത നിയന്ത്രണത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തുടർ നീക്കങ്ങൾ, ഒപ്പം പ്രതിരോധ മേഖലയിലടക്കം ഇനി ഏതൊക്കെ തരത്തിൽ ശക്തമായി മുന്നോട്ട് നീങ്ങണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. ഇന്ന് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലേക്ക് പോകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അനന്ത്നാഗില് രാവിലെ 11 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം ഈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുമായി അദ്ദേഹം അവരെ സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ സർവകക്ഷി യോഗത്തിന് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ഒപ്പം ഈ തുടർ നടപടികൾ ഏതൊക്കെ തരത്തിൽ ഇനി മുന്നോട്ട് പോകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കണമെന്ന കേന്ദ്രമന്ത്രിമാരോട് ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് കേന്ദ്രം മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അതിലൊരു കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും ഇതിനോടകം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഈ അമർനാഥിലെ തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട ഈ പെഹൽഗാമിലെ ഈ ബൈരസൻ വാലി, അത് പൊതുവെ ജൂൺ മാസത്തിലൊക്കെയാണ് തുറന്നു നൽകാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഏപ്രിൽ 20 തുറന്നിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ നേരത്തെ ഈ വിനോദസഞ്ചാര കേന്ദ്രം തുറന്നത് ഈ സുരക്ഷാ ഏജൻസികൾ അറിഞ്ഞിരുന്നില്ല എന്ന് കേന്ദ്രം ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞതായി പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിലേതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ചയല്ലേ എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അടക്കം വേണമെന്നുള്ളത് തന്നെയാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ട് ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഒക്കെ തന്നെ പ്രത്യേക യോഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം യോഗങ്ങൾ ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. തുടർ നീക്കങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർണായക തീരുമാനങ്ങൾ ഇന്നുണ്ടായേക്കും. ക്രിസ്റ്റീന.
വിനീത ആണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. കശ്മീരിൽ പഹൽഗാമിൽ വീണ്ടും ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഈ TRFന്റെ അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ഭീകരാക്രമണത്തിന്റെ ശൈലിയൊന്നുമല്ലായിരുന്നു. പെട്ടെന്ന് ഈ സാധാരണക്കാരായ ആൾക്കാരെ വിനോദസഞ്ചാരികൾക്കിടയിലേക്ക് വരുന്നു, വെടിയുതിർക്കുന്നു, അതിനുശേഷം പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒളിവിൽ പോകുന്നു. ഇതിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിയുന്നു, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഇവരിലേക്ക് എത്താനുള്ള ഒരു തടസ്സം? അത്രയ്ക്ക് ആസൂത്രിതമായ താവളങ്ങൾ അവർക്ക് അവിടെ ഉണ്ടായിട്ടാണോ, അതോ പ്രദേശവാസികളുടെ സഹായം ലഭിക്കുന്നത് കൊണ്ടാണോ? ആ തെരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, ഈ TRF എന്നുള്ളത് ഈ ലഷ്കർ ഇ തൊയ്ബയുടെ പദ്ധതികൾ അത് ഗ്രൗണ്ടിൽ നടപ്പാക്കുന്നതിനായി സജ്ജീകരിച്ച ഒരു ഉപസംഘടന എന്ന് വിളിക്കാവുന്ന ഒരു സംഘടനയാണ്. ഇവരുടെ ശൈലി സാധാരണ നിലയിൽ ഇവർ സൈനികരെയും പോലീസുകാരെയും ലക്ഷ്യം വെച്ചാണ് ഇതിനു മുമ്പ് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. ജമ്മു കശ്മീരിൽ കഴിഞ്ഞ വർഷവും തുടർച്ചയായി ഈ സൈനിക വാഹനങ്ങൾക്ക് നേരെ വെടിവെപ്പുണ്ടായതിന് പിന്നിൽ TRF ആണെന്ന് എന്ന സ്ഥിരീകരണമുണ്ടായിരുന്നു. അവർ ചില ആക്രമണങ്ങൾ അവർ ഏറ്റെടുത്തതുമാണ് അതിന്റെ ഉത്തരവാദിത്തം. എന്നാൽ നിലവിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ശൈലി എന്നുള്ളത് പുതിയ ഒരു ശൈലിയാണ്. സാധാരണ നിലയിൽ ഈ TRFനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രാദേശികമായ ആളുകൾ കൂടി ഉൾപ്പെടുന്നതാണ്. അത്തരത്തിലാണ് അതിനെ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ഒരു ആക്രമണം അത് നടത്തുക പതിവുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു ആശങ്ക ജനങ്ങളിൽ, ഈ ജമ്മു കശ്മീരിലെ സാധാരണ ജനങ്ങളിൽ അത് ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ അതിക്രൂരമായ, മുൻപൊരിക്കലും ജമ്മു കശ്മീർ എന്നല്ല രാജ്യത്തെവിടെയോ ലോകത്തെവിടെയോ കാണാത്ത രീതിയിൽ ആളുകൾക്കിടയിലേക്ക് എത്തുകയും കുഞ്ഞുങ്ങളും കുടുംബവുമായി അവരോട് നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അതിക്രൂരമായി ബന്ധുക്കൾക്ക് മുന്നിലിട്ട് കൊലപ്പെടുത്തുന്ന ഒരു ശൈലി എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണ ശൈലി എന്തുകൊണ്ട് അവർ സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ പ്രത്യേകിച്ചും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നോ എന്നതടക്കം പരിശോധിച്ചു വരുന്നു. ജമ്മു കശ്മീരിനെ സാമ്പത്തികമായി ഉൾപ്പെടെ തകർക്കാനുള്ള ലക്ഷ്യം ഇവർക്കുണ്ട് എന്ന് ഈ ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ നിന്നും വ്യക്തമാണ്. ഇവരെ പിടികൂടാൻ വൈകുന്നതിന് ഒരു കാരണമായി ഈ ഏജൻസികൾ നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഈ മേഖലയുടെ പ്രത്യേകത തന്നെയാണ്. ഈ ബൈസരൻ വാലിയിലെ ഈ പിക്നിക് പോയിന്റ് എന്നുള്ളത് അത് 3 ഭാഗവും ഏതാണ്ട് വനമേഖലയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഇടതൂർന്ന പൈൻമരക്കാടുകളും കുന്നിൻ ചെരുവുകളുമാണ്, ചെങ്കുത്തായ ചെരുവുകൾ, കൂടാതെ താഴെ നദി ഒഴുകുന്നു. ആ മേഖല മുഴുവനായും പൈൻകാടുകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഒളിസങ്കേതം അവർക്ക് ഉണ്ടായേക്കാം എന്ന ഒരു സംശയം സുരക്ഷാ സേനയ്ക്കുണ്ട്. വളരെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് എന്ന് ഇത് നടപ്പാക്കിയ രീതിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഒളിസങ്കേതം അവർക്ക് ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതിന് കാരണം രക്ഷപ്പെടാൻ അവർക്ക് ആവശ്യമായ സമയം ലഭിക്കും മുമ്പ് ഇടപെടൽ നടത്താൻ സുരക്ഷാ ഏജൻസികൾക്ക് ജമ്മു കശ്മീർ പോലീസിന് കഴിഞ്ഞിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന് സമയം ലഭിക്കും മുമ്പ് അവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം സേനാവിന്യാസം പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വനമേഖല എന്നുള്ളത് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്നതാണ് എന്നുള്ളതും വ്യക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്നും ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ, അത് മറ്റു വാഹനങ്ങളും മറ്റും പോകാത്ത കാടുകളാണ്, കുന്നിൻ ചെരുവുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ വഴിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും പൈൻമരക്കാടുകൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കാഴ്ച പരിമിതിയുണ്ട്. ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയാത്ത മരങ്ങൾക്കിടയിലായതിനാൽ ഡ്രോണുകൾ ഉൾപ്പെടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും പരിമിതിയുണ്ട്. ഇത്തരത്തിൽ ഈ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ഇവരെ കണ്ടെത്താൻ വൈകുന്നു, തെരച്ചിൽ വീണ്ടും 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ ഒരു കാരണമായി വിശദീകരിക്കുന്നു. പ്രാദേശിക സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ്. നിരവധി പേരെ ഇതിനകം തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ പ്രദേശവാസികൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് ചിത്രങ്ങൾ
ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വലിയൊരു തരത്തിലുള്ള സഹകരണം പ്രാദേശിക തലത്തിൽ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ പുരോഗതിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് ഈ പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ. കൂടാതെ ഇവരെ പിടികൂടണമെന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതും പ്രദേശവാസികൾ തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മുൻപ് ഉണ്ടാകുന്ന ഭീകരാക്രമണത്തിന് ലഭിച്ചിരുന്ന പ്രാദേശിക അതിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിരുന്ന സഹായത്തെക്കാൾ കൂടുതൽ പിന്തുണ ഈ ഒരു ആക്രമണത്തിന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. എത്രയും വേഗം പ്രതികളെ പിടികൂടി തക്കതായ ശിക്ഷ നൽകണം എന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. എങ്കിൽ പോലും ഇവർക്ക് മറ്റേതെങ്കിലും ഒളിത്താവളം പ്രാദേശികമായി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരുന്നു. ഇത് അറിയുന്നതിന് വേണ്ടിയാണ് വലിയ തോതിൽ തന്നെ ചോദ്യം ചെയ്യൽ സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട്. ജമ്മുകശ്മീർ പോലീസിന്റെയും മറ്റ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ നാട്ടുകാർ, ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, അത് പരിമിതമായ ആളുകളാണ്. അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു വെല്ലുവിളി എന്നുള്ളത് ഈ ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ ആ ഒരു സീസണിൽ അവിടെ എത്തി കച്ചവടമോ മറ്റോ അവരുടെ ജോലികൾ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ്. ഈ സീസൺ തുടങ്ങുന്ന സമയമായതിനാൽ ഇത്തരക്കാർ പ്രദേശവാസികൾ തന്നെ ജമ്മുകശ്മീരിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ബൈസരൻ മേഖലയിൽ എത്തിയ ആളുകളാണ്. അവർ ഈ ആക്രമണത്തിന്റെ ഭീതിയിൽ മടങ്ങിപ്പോയിട്ടുണ്ട്. ഇവരെ ഓരോരുത്തരെയും കണ്ടെത്തി അവരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക എന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും ബൽറാമിലേക്ക് തിരികെ എത്താം. കൂടുതൽ വിശദാംശങ്ങൾക്കായി നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. കശ്മീരിൽ ഉതിർത്ത വെടിയുണ്ടകൾ കേരളത്തിൽ നിന്ന് ഒരു മലയാളിയുടെ ജീവൻ കൂടി പൊലിയാനിടയാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് രാവിലെ 9:30 വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 11 മണിക്കാണ് സംസ്കാരം. വിവരങ്ങളുമായി റെനെ മിഡ്സിറ്റി ആശുപത്രിയിൽ നിന്ന് റാഫി കരീം ചേരുകയാണ്. റാഫി, റെനെ മിഡ്സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാണ് മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുപോകുന്നത്? വിവരങ്ങൾ. രാവിലെ 6:45 കൂടി തന്നെ റിനായ് മെഡിസിറ്റിയിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുപോകും. 7 മണിയോടുകൂടി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. റിനായ് മെഡിസിറ്റിയിലെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് രാവിലെ 9:30 മണിവരെ ചങ്ങമ്പുഴ പാർക്കിലായിരിക്കും മൃതദേഹം പൊതുദർശനത്തിൽ വയ്ക്കുക. അവിടെ മന്ത്രിമാരും ഒപ്പം തന്നെ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, പിന്നെ ഒപ്പം ഗോവ ഗവർണർ ശ്രീധരൻപിള്ള തുടങ്ങിയ ആളുകളെല്ലാം തന്നെ അവിടെ എത്തും. അവിടെ ഈ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കും. പിന്നീട് ആ 9:30 മണിക്ക് ശേഷം ഈ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. ഇടപ്പള്ളിയിലെ വസതിയിലായിരിക്കും പിന്നീട് മറ്റ് ചടങ്ങുകൾ നടക്കുക. സംസ്കാര ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ കുടുംബാംഗങ്ങൾ മാത്രമായിരിക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെ നിന്ന് 11 മണിയോടുകൂടി ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലേക്ക് ഈ മൃതശരീരം എത്തിക്കും. അവിടെയാണ് മറ്റ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് സംസ്കാര ചടങ്ങുകളിൽ ഭാഗമാകും. ഒപ്പം തന്നെ പൊതുദർശനത്തിലും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൊച്ചിയിൽ സംസ്കാര ചടങ്ങുകൾക്ക് എത്തുമെന്ന് ഇതിനോടകം തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഈ കശ്മീരിൽ മകളോടും ഒപ്പം തന്നെ കൊച്ചുമക്കളോടും ഒപ്പം ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി രാമചന്ദ്രൻ എത്തുന്നത്. ഹൈദരാബാദിൽ നിന്നായിരുന്നു ആ യാത്ര. ആ തിങ്കളാഴ്ച എത്തിയ രാമചന്ദ്രൻ തെളിഞ്ഞ കാലാവസ്ഥയെ തുടർന്നാണ് പഹൽഗാമിലേക്ക് എത്തുന്നത്. പഹൽഗാം സന്ദർശിക്കുന്നതിന് വേണ്ടി കശ്മീരിലെത്തിയതിനു ശേഷം അങ്ങോട്ട് എത്തുന്നത്. അന്ന് വളരെ തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. അവിടെ എത്തി ആ കാഴ്ചകൾ കാണുന്നതിനിടെയാണ് ആ മകളുടെയും കൊച്ചുമക്കളുടെയും മുൻപിൽ വച്ചാണ് രാമചന്ദ്രന് നേരെ ഭീകരവാദികൾ ഇത്തരത്തിൽ നിറയൊഴിക്കുന്നതും എന്തോ ഒന്ന് ചോദിച്ചതിന് ശേഷം നിറയൊഴിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മകൾ മാധ്യമങ്ങളോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം തന്നെ തന്റെ ജീവൻ അത് അച്ഛൻ മുന്നിൽ വെടിയേറ്റ് വീഴുന്നത് കണ്ടു നിൽക്കെ തന്റെ ജീവനും നഷ്ടമാകുമെന്നൊരു ആശങ്കയിൽ നിന്ന് തിരിച്ചെത്തിയതിന്റെ എല്ലാ ആശ്വാസവും ആ മകളുടെ മുഖത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വളരെ ഭീകരമായ ഒരു സാഹചര്യം നേരിട്ട് അവിടെ നിന്ന് മടങ്ങിയെത്തിയ ആ മക്കളും ഇവിടെ ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാമചന്ദ്രന്റെ ഭാര്യയെ ഈ മരണവിവരം അറിയിക്കുന്നത്.
അറിയിക്കുന്നത്. അതായത് മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമാണ് മരണവിവരം ഭാര്യയെ അറിയിക്കുന്നത്. രാമചന്ദ്രന്റെ ഭാര്യ അടക്കമുള്ള ആളുകളും ഇന്ന് പൊതുദർശനത്തിനും സംസ്കാര ചടങ്ങുകളും ഉണ്ടാകും. നമുക്ക് നേരത്തെ തന്നെ അറിയാം, നമ്മൾ ഈ രാമചന്ദ്രന്റെ മരണത്തിന് പിന്നാലെ എടപ്പള്ളിയിലെ വസതിയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടും സംസാരിച്ചതാണ്. വലിയ സുഹൃത്ത് വലയം കൊച്ചിയിൽ രാമചന്ദ്രനുണ്ടായിരുന്നു. എല്ലാ മേഖലയിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. സാംസ്കാരിക മേഖലയിലും ഒപ്പം തന്നെ സാമൂഹിക മേഖലയിലും എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സുഹൃത്ത് വലയം അദ്ദേഹത്തിന് വസതിക്കും ഒപ്പം തന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ പ്രദേശത്തും അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൊതുദർശനത്തിന് വലിയ ജനക്കൂട്ടമുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ എടപ്പള്ളി പൊതുശ്മശാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. 9:30 സംസ്കാര ചടങ്ങുകൾക്ക് ഭാഗമായി മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. എടപ്പള്ളിയിലെ വസതിയിലായിരിക്കും പിന്നീടുള്ള ചടങ്ങുകൾ നടക്കുക. ആ ചടങ്ങുകളിൽ കുടുംബം മാത്രമാണ് പങ്കെടുക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ചെന്നൈ മെഡ്സിറ്റി ആശുപത്രിക്ക് മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റാഫി കരീം. 6:45 മൃതദേഹം അവിടെ നിന്ന് ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുപോകും. ആൻമരിയ സണ്ണിയുണ്ട് ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന്. ആൻമരിയ, മുഖ്യമന്ത്രിയും ഗവർണറും ഗോവ ഗവർണറും അടക്കമുള്ള നിരവധി പ്രമുഖർ ഉൾപ്പെടെ സാധാരണക്കാരായ ആൾക്കാരുൾപ്പെടെ അവിടെ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ചങ്ങമ്പുഴ പാർക്കിൽ എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്? ക്രിസ്റ്റീന, 7 മണിയോട് അടുത്ത് എത്തുന്ന മൃതദേഹം പൊതുദർശനം ആരംഭിക്കുന്നത് 7:30 7:30 മുതൽ 9:30 വരെയാണ് ചങ്ങമ്പുഴ പാർക്കിൽ, ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം നടക്കുന്നത്. അതിനുശേഷം റാഫി സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിലേക്ക്, ഈ മങ്ങാട് റോഡിലുള്ള നീരാഞ്ജനം വീട്ടിലേക്ക്, എൻ രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുചെല്ലും. അതിനുശേഷം നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം 11 മണിയോടെ ആരംഭിക്കുന്ന സംസ്കാര ചടങ്ങുകൾ പിന്നീട് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ ഏകദേശം ഒരു 12 മണിയോടടുത്ത് സംസ്കാരം. ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്ന സമയക്രമം എന്ന് പറയുന്നത്. ഇവിടെ ചങ്ങമ്പുഴ പാർക്കിൽ നിരവധി കണക്കിനുള്ള ആളുകൾ എത്തിച്ചേരും. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്തിച്ചേരും എന്ന് കണക്ക് കൂട്ടി തന്നെ, അതുമാത്രമല്ല സാധാരണക്കാരായ ആളുകളും എത്തിച്ചേരും. ഇത് മലയാളികളുടെ ഒരു വികാരമായിരിക്കും. കാരണം ഏറെ ആദ്യം നമ്മൾ ഒരു ആശ്വാസവാക്കോടെ ഒരു പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്നു. ഒരു മലയാളി ജീവൻ ഉണ്ടാവരുതേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ കണ്ടിരുന്നു. പക്ഷെ നമ്മുടെ എല്ലാം പ്രാർത്ഥനയെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ഒരു മലയാളി, അതൊരു ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള 65 വയസ്സുള്ള എൻ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ആ വിവരം നമുക്ക് ലഭിക്കുന്നത്. അതൊരു ഞെട്ടലോടുകൂടിയാണ് ഓരോ മലയാളിയും ഒരു ഞെട്ടലോടുകൂടിയാണ് അതിനെ കാണുന്നത്. ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ വേദനയുണ്ടാക്കുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മാത്രമല്ല സാധാരണക്കാരായുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പോലീസെല്ലാം ഈ സ്ഥലത്ത് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 5 മണിയോടുകൂടി തന്നെ ഈ പരിസരത്തെല്ലാം പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത കടകളിലെല്ലാം ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും പോലീസ് നൽകിയിട്ടുണ്ട്. ഒരു വഴി മാത്രമായിരിക്കും ഇതിനു വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനവുമുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തിച്ചേരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ പൊതുശ്മശാനത്തിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകൾക്ക് മന്ത്രി പി രാജീവും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു വലിയ നേതൃനിര തന്നെ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു തിരക്കുണ്ടാകും. അല്ലെങ്കിൽ ആളുകൾ ഈ അവസാനമായി രാമചന്ദ്രനെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരും എന്ന് കണ്ടുകൊണ്ട് നിരവധി കണക്കിനുള്ള ആളുകൾ എത്തിച്ചേരും. ഇതിനോടകം തന്നെ പലപ്പോഴായിട്ടും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുക. കാരണം 7:30 ആയിരിക്കും പൊതുദർശനം ആരംഭിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ തന്നെ തുടങ്ങിയ തിരികെ എത്താം. ആൻമരിയ സണ്ണിയാണ് ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അല്പസമയത്തിനകം എൻ രാമചന്ദ്രന്റെ മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിക്കും. അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. കൊല്ലത്തു നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ ചത്ത പല്ലി കിടന്ന ഷവർമ കഴിച്ച് 7 വയസ്സുകാരി ആശുപത്രിയിൽ. കൊട്ടാരക്കര പുത്തൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ബേക്കറിയിൽ നിന്നും വാങ്ങിയ ഷവർമയിലാണ് പല്ലിയെ കണ്ടത്. വൈകിട്ട് 5 മണിയോടെയാണ് പുനലൂർ നരിക്കൽ സ്വദേശി പ്രേംജിത്ത് മകൾക്ക് വേണ്ടി 2 ഷവർമ ബേക്കറിയിൽ നിന്ന് വാങ്ങിയത്. വീട്ടിലെത്തി തുറന്നു കഴിച്ചപ്പോഴാണ് ഒന്നിനുള്ളിൽ പല്ലിയെ കണ്ടത്. ഇതോടെ കുട്ടിക്ക് ഛർദിയും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടായി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് കുട്ടിക്ക് ചികിത്സ നൽകി. സംഭവത്തിൽ പ്രേംജിത്ത് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
CPI ദേശീയ കൌൺസിൽ യോഗം ഇന്ന് സമാപിക്കുകയാണ്. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സംഘടനാ സ്ഥിതി സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ആദ്യ ദിവസം നടന്നത്. കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച ചർച്ചയാണ് ഇന്നത്തെ അജണ്ട. കേന്ദ്ര സർക്കാരിനെ പറ്റിയുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ എന്താകുമെന്നത് ചർച്ചയിലറിയാം. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ ആരോപണ വിധേയരായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. വാദം പൂർത്തിയായാൽ അവധിക്കാല ബെഞ്ച് ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുത്തേക്കും. 6 വിദ്യാർത്ഥികൾ കോഴിക്കോട് ഡിറ്റൻഷൻ സെന്ററിലാണ് നിലവിൽ കഴിയുന്നത്. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിലെ തർക്കത്തിന് പിന്നാലെയാണ് നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഷഹബാസ് കൊല്ലപ്പെട്ടത്. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ച നാഷണൽ ഹെറാൾഡ് കേസ് ഇന്ന് കോടതി പരിഗണിക്കും. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് കേസ് പരിഗണിക്കുക. കോൺഗ്രസ് നേതാക്കളായ സാം പിത്രോദ, സുമൻ ദുബൈ എന്നിവരെയും കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ്, യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് കേസ്. യങ് ഇന്ത്യ ലിമിറ്റഡ് വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ 2000 കോടി രൂപയിൽ അധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തെന്നും ആരോപണമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലാബ് ടെക്നീഷ്യന് സസ്പെൻഷൻ. ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. 12 വിദ്യാർത്ഥിനികളാണ് ലാബ് ടെക്നീഷ്യനെതിരെ പരാതി നൽകിയത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വിദ്യാർത്ഥികൾ അവരെ പഠിക്കാനായുള്ള കാലയളവിൽ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുകയും ഒക്കെ വേണ്ട ആൾക്കാരാണ് ഈ ലാബ് ടെക്നീഷ്യൻ അടക്കമുള്ള ആ ഒരു കലാലയത്തിലെ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജീവനക്കാർ. അങ്ങനെ ഇരിക്കെയാണ് 12ഓളം വിദ്യാർത്ഥികൾ കൂട്ടമായി ഇയാൾക്കെതിരെ പരാതി നൽകിയത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ സസ്പെൻഷൻ നടപടി നേരിട്ട ഈ ജീവനക്കാരൻ 15 വർഷമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്ന ആളാണ്. അത്രയും പരിചയ ഈ സമ്പത്ത് ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ ഉള്ള ആളാണ്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയത് എന്നതാണ് ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പറയുന്നത്. ഈ കാത്ത് ലാബിന്റെ ഒക്കെ മുഴുവൻ നിയന്ത്രണവും ഇയാളുടെ കയ്യിലാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പല ഘട്ടങ്ങളിലും അയാളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇത് മുതലെടുത്തുകൊണ്ട് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം നടത്തി എന്നതാണ് 12 വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിലാണ് ഈ പരാതി നൽകിയത്. അന്വേഷണ വിധേയമായി ഈ ലാബ് ടെക്നീഷ്യനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അത് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയിട്ടില്ലെങ്കിലും മെഡിക്കൽ കോളേജ് എന്ന മുഖേന തന്നെ ഈ പരാതി പോലീസിന് കൈമാറും എന്നുകൂടി അറിയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇതിൽ ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായതിനു ശേഷമാണ് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. ഈ ലാബിലും അതോടൊപ്പം തന്നെ വിളിച്ചു വരുത്തിയും ലൈംഗിക അതിക്രമം നടത്തി, അതോടൊപ്പം തന്നെ ഫോണിൽ ലൈംഗിക ചുവയോടെ പലതവണ സംസാരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പറഞ്ഞാൽ ജോലിയെ അല്ലെങ്കിൽ ഈ പഠനത്തെ ഉൾപ്പെടെ ബാധിക്കും എന്ന തരത്തിലുള്ള ഭീഷണിയൊക്കെ ഉണ്ടായി എന്നതും ഈ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള പരാതിയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധിച്ച ശേഷം ഈ പരാതി പോലീസിന് ഉൾപ്പെടെ കൈമാറും എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ശരി, കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് മലപ്പുറം സ്വലത് നഗറിൽ ആയിരങ്ങൾ ഒത്തുകൂടി. ഭീകരതയ്ക്ക് ഇന്ത്യയെ തകർക്കാനാവില്ല എന്ന മുദ്രാവാക്യവുമായാണ് ഐക്യദാർഢ്യ സമ്മേളനം നടന്നത്. ഭീകരത കൊണ്ട് ഇന്ത്യയെ തോൽപ്പിക്കാനാകില്ല. ഭീകരതക്ക് മതമില്ല. വിശുദ്ധ ഇസ്ലാമിൽ അത്തരക്കാർക്ക് ഒരു സ്ഥാനവുമില്ല.
കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലാണ് ആയിരങ്ങൾ ഒത്തുകൂടിയത്. വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ ബാനറുകൾക്ക് പിന്നിൽ ജനങ്ങൾ അണിനിരന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സമ്മേളനത്തിന്റെ അനുശോചനം. കുറ്റവാളികളെ മുഖം നോക്കാതെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പൂർണ്ണമായും അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാതൃകാപരമായ ശിക്ഷ നടപ്പിൽ വരുത്തണമെന്ന് ഈ പ്രാർത്ഥന സമ്മേളനം ഇന്ത്യൻ ഭരണകൂടത്തോട് നിയമപാലകരോട് ആവശ്യപ്പെടുന്നു. ഭീകരർക്ക് മതമില്ലെന്നും ഇസ്ലാമിൽ ഇത്തരക്കാർക്ക് ഒരു സ്ഥാനവുമില്ലെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. റമദാൻ 27 രാവിൽ സ്വലാത്ത് നഗറിൽ 10,000 ഭീകരവാദത്തിനെതിരെ പ്രതിജ്ഞയെടുക്കാറുണ്ട്. 24 മലപ്പുറം. മയക്കുമരുന്നിനെതിരെ സംസ്ഥാന വ്യാപക ക്യാമ്പയിനുമായി എത്തിയിരിക്കുകയാണ് INL. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നടന്നു. മയക്കുമരുന്ന് ഉപയോഗവും അതിക്രമങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് INL സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത്. പൊതുയിടങ്ങളെക്കാൾ വീട്ടിൽ നിന്നാണ് ഇത്തരം പ്രചാരണ പരിപാടികൾ നടത്തേണ്ടത് എന്ന ബോധ്യത്തിലാണ് കുടുംബസംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. നാഷണൽ വിമൻസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. പാരന്റിംഗ് കോച്ചിംഗ്, കുട്ടികൾക്കായി പ്രത്യേക കൗൺസിലിംഗ് തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമായുണ്ട്. ആരോഗ്യമില്ലാത്ത ഒരു മനസ്സും ശരീരവുമുള്ള ഒരു യുവതയെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്ര നിർമ്മാണ ദൗത്യം എങ്ങനെ സാധ്യമാകുമെന്നൊരു പ്രസക്തമായ ചോദ്യം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ കുടുംബത്തിലെ എല്ലാവരും ഇവിടെ, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരിലൂടെ ഈ ബോധവൽക്കരണം നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കുടുംബ സംഘടിച്ചതിൻ്റെ പ്രധാന കാരണം ഈ ലഹരിക്ക്, ഏത് തരത്തിലുള്ള ലഹരിക്കും ഇരയാക്കപ്പെടുന്നത് സ്ത്രീകളാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. മേയർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയായിരുന്നു. 24 കോഴിക്കോട്. ആലപ്പുഴ തുറവൂരിൽ പുരയിടത്തിൽ നിന്ന് പിടികൂടി വനം വകുപ്പിന് കൈമാറാൻ സൂക്ഷിച്ചിരുന്ന അണലി പ്രസവിച്ചു. പാറയിൽ കുര്യൻചിറയിൽ തമ്പി നാരായണന്റെ വീട്ടിലാണ് അണലി 60 കുഞ്ഞുങ്ങളെ പ്രസവിച്ചത്. കുത്തിയതോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മോളിയുടെ വീട്ടിൽ നിന്നാണ് തമ്പി അണലിയെ പിടികൂടിയത്. വിഷപ്പാമ്പുകളെ കണ്ടെത്തിയാൽ തമ്പിയെയാണ് ആളുകൾ സഹായത്തിനായി വിളിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അണലിയെ പിടികൂടിയത്. വനം വകുപ്പിനെ വിവരമറിയിച്ച ശേഷം തമ്പി അണലിയെ വീട്ടിൽ പ്രത്യേകം കൂടുണ്ടാക്കി അതിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വനം വകുപ്പ് ജീവനക്കാർ എത്തുന്നതിന് മുൻപ് തന്നെ തമ്പിയുടെ വീട്ടിൽ വെച്ച് അണലി പ്രസവിച്ചു. 60ഓളം കുഞ്ഞുങ്ങളെയാണ് അണലി പ്രസവിച്ചത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവം, അതൊരു വ്യക്തിയുടെ കയ്യിലിരുന്ന് ഒരു അണലി പ്രസവിച്ചത് വേറൊരു ചരിത്രത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ കേട്ടിട്ടില്ല ഇന്ന് വരെ. അതുകൊണ്ട് തന്നെ വനം വകുപ്പുകാരെ അപ്പം തന്നെ ഞാൻ എല്ലാ ആലപ്പുഴ RRT റാന്തിയിൽ അവരെല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് വന്ന് ഇത് കൊണ്ടുപോകും. വീടുകളിലെത്തുന്ന വിഷപ്പാമ്പുകളെ പിടിച്ച് വനം വകുപ്പിന് കൈമാറുന്ന ജോലി തമ്പി നാരായണൻ തുടങ്ങിയിട്ട് 20 വർഷത്തിലധികമായി. ഇതാദ്യമായാണ് ഒരാളുടെ വീട്ടിൽ സൂക്ഷിച്ച അണലി ഇത്രയും അധികം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതെന്ന് തമ്പി നാരായണൻ പറയുന്നു. 24 ആലപ്പുഴ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണം സംബന്ധിച്ച കേസിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ അവധിക്കാല ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജാമ്യാപേക്ഷയെ എതിർത്ത് തിരുവനന്തപുരം പോലീസ് റിപ്പോർട്ട് നൽകും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേർന്ന യുവതിയുടെ അമ്മയുടെ വാദവും ഹൈക്കോടതി കേൾക്കും. പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റമാണ് സുകാന്ത് സുരേഷിനെതിരെ ചുമത്തിയത്. IB ഉദ്യോഗസ്ഥയുടെ മരണം മുതൽ സുകാന്ത് സുരേഷ് ഒളിവിലാണ്. കേസിൽ താൻ നിരപരാധിയാണെന്നാണ് സുകാന്ത് സുരേഷിന്റെ വാദം. കേസിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയ സാഹചര്യത്തിൽ സുകാന്ത് സുരേഷിനെ IB ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അറസ്റ്റിന് ഹൈക്കോടതിയുടെ വിലക്കില്ലെങ്കിലും പോലീസിന് ഇതുവരെയും സുകാന്ത് സുരേഷിനെ കണ്ടെത്താനായിട്ടില്ല. മണൽ നീക്കത്തിനായി കണ്ണൂരിൽ നിന്നെത്തിക്കുന്ന ഡ്രഡ്ജർ ഇന്ന് മുതലപ്പുഴയിലെത്തിയേക്കും. നിലവിൽ പൊഴിമുറിക്കൽ വേഗത്തിൽ തുടരുകയാണ്. ഡ്രഡ്ജർ മുതലപ്പുഴയിലേക്ക് എത്തിയാൽ ഉടൻ യന്ത്രങ്ങൾ ഉൾപ്പെടെ ഘടിപ്പിക്കും. പിന്നാലെ വളരെ വേഗം ഡ്രഡ്ജർ കയറാനാവശ്യമായ രീതിയിൽ പൊഴിമുറിക്കൽ വേഗത്തിലാക്കാനാണ് പദ്ധതി. പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണലും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി കൂടുതൽ ഹിറ്റാച്ചികൾ ഉൾപ്പെടെ എത്തിക്കും.
ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാൻ ഒരുങ്ങി ലോകം. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്ന് രാത്രി 7 മണിയോടെ പൊതുദർശനം അവസാനിക്കും. നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. കർദിനാൾ സംഘത്തിന്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്റ അന്ത്യശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കും. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ ബസിലിക്ക ഓഫ് മേരി മേജറിലാകും സംസ്കരിക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. സംസ്കാരം നടക്കുന്ന ശനിയാഴ്ച ഇന്ത്യയിൽ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദസഞ്ചാര പരിപാടികൾ ഉണ്ടായിരിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 24 സംഘവും വത്തിക്കാനിലുണ്ട്. എല്ലാ വിവരങ്ങളും വത്തിക്കാനിൽ നിന്ന് ഇന്നും നാളെയുമായി 24 സംഘം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. IPL-ൽ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സ്വന്തം മൈതാനത്തിറങ്ങും. സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ചെന്നൈയുടെ എതിരാളികൾ. ഇരു ടീമുകൾക്കും ഇനിയുള്ള ഓരോ മത്സരവും നിർണായകമാണ്. ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും സീസണിന് മുൻപ് ക്രിക്കറ്റ് പണ്ഡിറ്റുകളുടെ ഹോട്ട് ഫേവറേറ്റുകളായിരുന്ന 2 ടീമുകൾ. എന്നാൽ മത്സരങ്ങൾ പകുതിയാകുമ്പോൾ ഇരു ടീമുകളും പുറത്താകലിൻ്റെ വക്കിലാണ്. ചെന്നൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണെങ്കിൽ ഹൈദരാബാദ് തൊട്ടുമുകളിൽ തന്നെയുണ്ട്. 2 ജയം മാത്രമുള്ള ഇരു ടീമുകളുടെയും അവസ്ഥയും ഏതാണ്ട് സമാനം. ബാറ്റർമാരാരും ഫോമിലല്ല എന്ന് ചെന്നൈ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലമിംഗ് തന്നെ സമ്മതിക്കുന്നുണ്ട്. പല മത്സരങ്ങളിലും കളി പകുതിയാകുമ്പോൾ തന്നെ CSK തോൽവി സമ്മതിക്കുന്ന സ്ഥിതിയാണ്. ബൗളിംഗ് നിരയിലും കാര്യമായ പ്രഹരശേഷിയുള്ളവരില്ല. സ്വന്തം ഗ്രൗണ്ടിൽ ഹൈദരാബാദിനോട് തോറ്റിട്ടില്ല എന്ന കണക്ക് മാത്രമാണ് ചെന്നൈക്ക് ആശ്വാസമായുള്ളത്. പേരുകേട്ട SRH ബാറ്റിംഗ് നിര സ്ഥിരത കാട്ടുന്നതേയില്ല. റൺസ് വഴങ്ങാൻ ഒട്ടും മടിയില്ലാത്ത ബൗളിംഗ് സംഘം ചെപ്പോക്കിലും നായകൻ കമ്മിൻസിന് പ്രതിസന്ധി ഉണ്ടാക്കും. മുംബൈക്കെതിരായ മത്സരത്തിനു ശേഷം ഇന്നലെ മാത്രം ചെന്നൈയിലെത്തിയ സൺറൈസേഴ്സ് പരിശീലനത്തിനും ഇറങ്ങിയിട്ടില്ല. 6 കളികളിൽ നിന്ന് 6 വിജയം. ചെന്നൈക്കും ഹൈദരാബാദിനും പ്ലേ ഓഫിലെത്താനുള്ള എളുപ്പവഴി ഇതാണ്. എന്തായാലും ചെപ്പോക്കിലെ പോര് കഴിയുന്നതോടെ ഒരു ടീം ഏതാണ്ട് പുറത്താകും. ചെപ്പോക്കിൽ നിന്ന് ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. വയനാട് എരുമക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഇന്നലെയാണ് പൂളക്കുന്ന് ഉന്നതിയിൽ താമസിക്കുന്ന അറുമുഖനെ കാട്ടാന ആക്രമിച്ചത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണുണ്ടായത്. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നേക്കും. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും ചേരുന്നത്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് എപ്പോഴാണ് അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക? ഒപ്പം തന്നെ ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റണമെന്ന് നാട്ടുകാരുടെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുക? എപ്പോഴാണ് ആ ചർച്ച? ക്രിസ്റ്റീന, ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്നലെ ഈ കാട്ടാന ആക്രമിച്ച് അറുമുഖനെ കൊലപ്പെടുത്തിയ ആ പ്രദേശത്താണ് ഞാനുള്ളത്. ഈ മേഖലയാണിത്. അതായത് ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കടൂർ എസ്റ്റേറ്റ്, എളമ്പളേരി എസ്റ്റേറ്റ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെമ്പ്ര എസ്റ്റേറ്റ്. ഇതിൻ്റെ ആ മോൾഭാഗത്ത് ഒരു വനമേഖലയുണ്ട്. ആ വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ ഇറങ്ങി താഴേക്ക് വരുന്നത്. താഴേക്ക് വന്ന ശേഷം ഇത് റോഡാണ്. ഈ റോഡ് എന്ന് പറയുന്നത് നേരെ തൊട്ടപ്പുറത്ത്, അതായത് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് ഈ പൂളക്കുന്ന് ഉന്നതി എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്തേക്ക് നടന്നു പോവുകയായിരുന്നു അറുമുഖൻ. അദ്ദേഹത്തെ കാട്ടാന ഇവിടേക്ക് താഴേക്ക് എത്തി ആക്രമിച്ച് ഇതുവഴി താഴേക്ക് പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം കൊണ്ടുവന്നിരുന്ന പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹം കൊണ്ടുവന്ന, അതായത് മേപ്പാടിൽ നിന്നാണ് അദ്ദേഹം വന്നിരുന്നത്. അദ്ദേഹം ഇത് തേയിലത്തോട്ടത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന ഈ സാധനങ്ങൾ അരി അടക്കമുള്ള സാധനങ്ങളാണ്. അത് പഴം ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങളാണ്. കടല ഉൾപ്പെടെയുള്ളവ ഇതിനകത്തുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ, ഒരു സങ്കടകരമായ കാഴ്ചയാണ്. വീട്ടിലേക്ക് വന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം കടന്നിരുന്ന സ്ഥലം ഈ ഭാഗമാണ്. ഇവിടെ ഒരു ചെരുപ്പ്, അദ്ദേഹത്തിന്റെ ചെരുപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് മൃതദേഹം. അതായത് ആന ഈ റോഡിന്റെ സമീപത്ത് നിന്ന് അദ്ദേഹത്തെ വലിച്ച് കുടഞ്ഞെറിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ നിന്ന് നേരെ പോയത് താഴേക്കാണ്. താഴെ എല്ലാം തന്നെ ജനവാസ മേഖലയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെമ്പ്ര പീക്കിന്റെ, അതായത് ചെമ്പ്ര മലയുടെ തൊട്ട് താഴ്വാരത്താണ് ഈ പ്രദേശം എല്ലാം തന്നെ ഉള്ളത്.
തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ളത്. ഇവിടെയാണ് ഈ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായത്. ഈ വിഷയം, അതായത് ഇങ്ങനെ ഒരു സംഭവം നമ്മളെ വിളിച്ചറിയിച്ചത് വിഷ്ണു എന്ന് പറയുന്ന ഇവിടുത്തെ ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. വിഷ്ണു ഇന്നലെ വളരെ വൈകാരികമായി, വളരെ സങ്കടത്തോടു കൂടിയാണ് വേഗം നമ്മളോട് ഇവിടേക്ക് എത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുക. നമ്മൾ പൊടുന്നതിന് ഏറ്റവും ആദ്യം എത്തിയ മാധ്യമ സംഘത്തിൽ നമ്മളാണ് ഉണ്ടായിരുന്നത്. നമ്മളാണ് ഏറ്റവും ആദ്യം ഇവിടെ എത്തുന്നത്. ആ വിഷയം കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ്. വിഷ്ണു വളരെ വൈകാരികമായി പ്രതികരിച്ചത്. നിങ്ങളത് അതായത് നിങ്ങൾ കണ്ടു പിരിഞ്ഞേ ഉള്ളൂ അവിടുന്ന്? ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഒരു 5 മണി മുതൽ ഒരു 7:30 വരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. 7:45 മൂപ്പര് അവിടെ നിന്ന് പോയിരുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ തികച്ചായിട്ടില്ല. മൂപ്പര് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ പോലും ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. പിന്നെ ഇവർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ആന കരയുണ്ട്, നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഫുൾ തെരഞ്ഞു, താഴെന്ന് മുതൽ മുകളിൽ വരെ തെരഞ്ഞു. ഇവർ കംപ്ലീറ്റ് തെരഞ്ഞു. പിന്നെ ഇവർ വണ്ടി എടുത്ത് മുകളിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വന്ന് എടുത്തു. പിന്നെ അതേപോലെ തന്നെ മൂപ്പര് ഇന്ന് രാവിലെ ഒരു നമ്മളടുത്ത് അത്രയും വൈരാഗ്യമായി പിന്നെ നമ്മളൊരു സ്ഥലം വരെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിരിഞ്ഞതാണ്. എന്തായാലും വളരെ ദുഃഖകരമായ അവസ്ഥ. ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള കൃഷ്ണേട്ടൻ അടക്കമുള്ള ആളുകൾ, അതായത് ഉന്നതിയിലെ ആളുകളാണ് ഇവിടെയുള്ളത്. ഈ കൃഷ്ണേട്ട ഇപ്പം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് എന്താണ് അതിനകത്ത്? അതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തട്ടെ. പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞിട്ട് അത് മറവ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്തായാലും തീരുമാനം എടുക്കാം. എന്താണ് നമ്മുടെ ആവശ്യം? എന്താണ് ആവശ്യം? ഇത് തന്നെ നമ്മൾ ഇന്നലെ എന്ത് പറഞ്ഞു, അത് തന്നെയാണ് ആവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കണ്ടേ? ആകെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നേരം അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ആളിതിൽ വരുന്ന ഇരുട്ടത്ത് വരുന്ന കണ്ണ് കാണൂല. വഴി അടുത്തെത്തിയിട്ടായിരിക്കും കാണാം. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. രാത്രികളിലൊക്കെ ഭയങ്കര പ്രയാസമാണല്ലോ. രാത്രിയിലൊക്കെ മിഞ്ഞന്ന് ഇവിടുന്ന് കണ്ട് 2 ദിവസം 3 ദിവസമായിട്ടുള്ളൂ ഇവിടെ ഇരുന്ന് കണ്ട്. പിന്നെ അതേപോലെ പിറ്റേ ദിവസം ഇവിടെ നമ്മളെ വെള്ളക്കുഴിൻ്റെ അടുത്ത് കണ്ട്. അത് 4 മണിക്ക് കാരണം നമ്മൾ വെള്ളക്കുഴിൻ്റെ അടുത്താണ്, പൈപ്പിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ ഞാൻ പൈപ്പിൽ വെള്ളമില്ല, കയറിപ്പോയി നോക്കുമ്പോൾ ആന നിൽക്കുന്നത് വെള്ളക്കുഴിൻ്റെ അടുത്ത്. നമ്മളിവിടെ തന്നെ താമസക്കാരല്ലേ, അത് നമ്മൾ മാത്രമല്ല, ഇവിടെ പുറത്ത് എത്ര ആൾക്കാർ താമസിക്കുന്നത്. ഈ കുന്നിറങ്ങിയ നേരെ പോകുന്ന താഴോട്ടേക്കാണ്. അതും ജനവാസമാണ്. നമ്മൾ ഈ താഴ്ഭാഗത്തും ജനവാസമാണ്. ഈ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആൾക്കാർ താമസിക്കുമ്പോൾ ഈ കുന്നിൽ ഇറങ്ങുന്നതൊക്കെ ഇങ്ങോട്ടേക്ക് തന്നെയാണ്. ഇത് വേറെ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഒരു ഇതിൽ എന്തെങ്കിലും ഒരു സുരക്ഷ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഒരു നടപടി എടുക്കട്ടെ. അത് എന്തെങ്കിലും ഒരു ചെയ്തിട്ട് അതിനെ ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഒരു കടങ്കിലോ മറ്റെന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവരതിൽ തിരിച്ചു വിടട്ടെ. ഫോറസ്റ്റിന്റെ റൈറ്റ് അതല്ലേ. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടുന്ന് ആനേനെ ആട്ടിക്കയറ്റിട്ടുണ്ടെങ്കിൽ കോളനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. പിന്നെ എന്താ അവരെന്താ പറയാ, അത് കോളനിക്കാരൻ നോക്കിക്കോളും. നമ്മളെന്താ കോളനിക്കാരെന്താ മനുഷ്യനല്ല. എന്തായാലും ഇത് അവർ വളരെ വൈകാരികമായി തന്നെ സംസാരിക്കുന്നു. ഈ ആ ഉന്നതിയിലുള്ള ആളുകളാണ്, ഈ പുളക്കുന്ന് എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള ആളുകളാണ്. ഈ ചേച്ചിമാരും ഇവരൊക്കെ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആ സംഭവം അത് വളരെ വലിയ രീതിയിലുള്ളൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ അട്ടമല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ആദിവാസിയായിട്ടുള്ളൊരു മനുഷ്യനെ കാട്ടാന കൊന്നിട്ട് അധിക കാലമായിട്ടില്ല. ഈ ആറുമുഖൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഇവിടെ 50 വർഷം മുമ്പ് ഇവിടേക്ക് എത്തിയ ആളാണ്. തമിഴ്നാട് സ്വദേശിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇവിടേക്ക് എത്തി അളമ്പളേരി എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. 30 വർഷക്കാലം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. 30 വർഷത്തോളം ആ എസ്റ്റേറ്റിൽ തൊഴിലാളിയായി റിട്ടയർ ചെയ്തു. ഇതിനിടയിലാണ് ഈ പൂളക്കുന്നിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസം തുടങ്ങുന്നത്. 2 മക്കൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. 2 മക്കളും തമിഴ്നാട്ടിലാണുള്ളത്. അങ്ങനെ ആണ് ഇവിടെ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ഭാര്യ ഏതാനും വർഷം മുമ്പ് മരിച്ചിരുന്നു. ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അദ്ദേഹം ഇവിടെ നിന്നും ഈ സാധന സാമഗ്രികളെല്ലാം വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം വാങ്ങി അങ്ങോട്ടേക്ക് നടക്കുകയായിരുന്നു. ആ നടക്കുന്ന ഘട്ടത്തിലാണ് കാട്ടാന പൊടുന്നനെ വന്ന് ആക്രമിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. എരുമക്കൊലി എന്ന് പറയുന്ന പ്രദേശം നിരന്തരം ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യം നിലനിൽക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഇന്നലെ വനംവകുപ്പ് DFOയുമായി നമ്മൾ അവസാന ഘട്ടത്തിൽ സംസാരിച്ചതാണ്. DFO അജിത് കെ രാമൻ പറഞ്ഞത് ഈ മയക്കുവെടി വെക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല. പക്ഷേ കുങ്കിയാനകൾ ഇറക്കി ഒരു ഡ്രൈവ് നടത്താൻ കഴിയും, കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കഴിയും. ആ ഒരു ദൗത്യം നടപ്പിലാക്കുമെന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ
പക്ഷേ ഈ മയക്കുവെടി വെക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ കളക്ടർ തലത്തിലുള്ള ഉന്നതതല യോഗമടക്കം ചേരേണ്ടതുണ്ട്. അങ്ങനെ ചേർന്ന ശേഷം ഇന്നലെ തന്നെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ ഈ ആനയെ മയക്കുവെടി വെക്കുന്ന തരത്തിലുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങണം എന്നുള്ള ആവശ്യം വന്നിരുന്നു. പക്ഷേ അതിനോട് എന്ത് തരത്തിലുള്ള നിലപാടാണ് ഉണ്ടാവുക? പ്രത്യേകിച്ച് CCF-ഉം അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരുമാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരിക. ആനകൾ നിരന്തരമുണ്ട്, ഓരോ ആനയല്ല, പല ആനകളും ഈ മേഖലയിൽ വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആളുകൾ ഉന്നയിക്കുന്ന ആക്ഷേപം. ക്രിസ്റ്റീന. സുർജിത്തെ, ഒരു ദിവസത്തെ അധ്വാനത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഇതൊരു ആളെ കൊല്ലി ആനയാണെന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യം ആനയെ പിടികൂടുക, അത് എങ്ങനെ വേണം എന്ന കാര്യത്തിലൊരു ചർച്ചയാണല്ലോ. നാട്ടുകാരുടെ ആവശ്യം മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുക എന്നതാണല്ലോ. ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ളൊരു സമീപനമാണ് കളക്ടറുടെ ഭാഗത്തു നിന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാനൊരു സാധ്യത? അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രാഥമികമായ ചർച്ചകൾ ഇതിനു മുൻപ് നടന്നിരുന്നു? മൃതദേഹം ഇന്നലെ മാറ്റിയിരിക്കുന്നത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ്. താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ അത് മാറ്റാൻ അനുമതി നാട്ടുകാർ നൽകിയത് പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ഉന്നതിയിൽ നിന്ന് ആളുകളെല്ലാം തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഇവർ പറയുന്ന കാര്യം ഈ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, അതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അത്രയും വലിയ ബുദ്ധിമുട്ട് ഇവരെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് രാത്രി നടക്കുമ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണത്തിന് വിധേയമാകുമോ, മറ്റു വന്യമൃഗങ്ങൾ ആക്രമിക്കുമോ എന്നുള്ള ഉള്ള ഭയം ഈ ആളുകളെ സംബന്ധിച്ച് ഉണ്ട്. അമ്മ ഇവിടെ ഉള്ള ആളല്ലേ, എന്താണ് ഈ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ വീട്ടിൽ തൊട്ടടുത്താണ് അയാളുടെ വീട്. അയാളെ എന്നും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് തന്നെ സങ്കടമാണ്. പിന്നെ ഞങ്ങൾ സ്വന്തം ആൾക്കാരെ പോലെ ഞങ്ങൾ അവർ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇപ്പം അറിയാതെ ഇപ്പം ഞങ്ങൾ മേപ്പാടി പോയിട്ട് വരുന്നത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവർ വരുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആന തട്ടിയത് പിന്നെ ഇവർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലുള്ളവരാണ് വന്ന് നോക്കിയത്. ആ കാണാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ വന്ന് മുറ്റത്തു കൂടെ ഒക്കെ വന്ന് പോകും. ആ രാത്രി പേടിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങൾ പേടിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഇവരെല്ലാം തന്നെ അയൽവാസികളായിട്ടുള്ള ആളുകളാണ് ക്രിസ്റ്റീന. ഈ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പുളക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇറങ്ങി വന്ന ആളുകളാണ്. കാരണം തൊട്ടടുത്ത് തന്നെയാണ്, ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയാണ് ഈ ഉന്നതി വരുന്നത്. അവിടെയാണ് ഈ ആളുകളെ സംബന്ധിച്ച് രാത്രികളിൽ സഞ്ചാരം പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ഈ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പതിവുണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ആളുകൾ ആശങ്ക പങ്കുവെക്കുന്നുമുണ്ട്. ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങിയാൽ പോലും എസ്റ്റേറ്റുകളുടെ തുടർച്ചയാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം. എസ്റ്റേറ്റുകളുടെ ഒരു തുടർച്ച തന്നെ നമുക്ക് ഒരു ശൃംഖല തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ചെമ്പ്രമലയ്ക്ക് താഴെയുള്ള പ്രദേശമാണിത്. തൊട്ട് താഴെ തന്നെയാണ് ചെമ്പ്രമലയുടെ ആ പ്രദേശത്താണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് എന്ത് തരത്തിലുള്ള യോഗമാണ്, എന്ത് തരത്തിലുള്ള നിലപാടാണ് ഈ സർക്കാരും അതോടൊപ്പം വനംവകുപ്പും ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരു നയപരമായ തീരുമാനം തന്നെ എടുക്കേണ്ടി വരും. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഇടപെടൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം DFO തലത്തിൽ തീരുമാനിക്കേണ്ടതല്ല ഈ മയക്കുവെടി വെക്കുന്ന കാര്യം. അത് CCF-ഉം അതിന് മുകളിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ നിസ്സഹായാവസ്ഥയാണ് DFO ഇവിടെ പങ്കുവച്ച കാര്യവും അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു കൃത്യമായ രീതിയിലുള്ള അന്തിമ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടേക്ക് ഈ കുങ്കിയാനകളെ കൊണ്ടുവരാനും അതുവഴി ഈ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനും ഉള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിന്റെ ഈ മേഖല എന്ന് പറയുന്നത് കുറച്ച് തൊട്ടപ്പുറത്ത് ഉൾക്കാടാണ്, അതിനപ്പുറം കടൂർ എസ്റ്റേറ്റാണ്. കടൂർ എസ്റ്റേറ്റിന്റെ അപ്പുറത്ത് അതിനോട് ചേർന്ന് തന്നെ എളമ്പളേരി എസ്റ്റേറ്റ് ഉണ്ട്. ഇതിനെല്ലാം തന്നെ ഇടയിൽ വനവുമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ വനമേഖലയിലാണ് ഈ കാട്ടാനകൾ തമ്പടിക്കുന്നതും അത് താഴേക്ക് കടന്നു പോകുന്നതും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. എന്തായാലും ഇനി വേണ്ടത് നടപടികൾ തന്നെയാണ്. ആ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. തന്നെയാണ് ഈ നടപടികൾ ഇക്കാര്യത്തിലൊക്കെ നമ്മൾ കൂടുതലായി ഫോളോ ചെയ്യുന്നതാണ്. അതിൽ DFOയ്ക്ക് തനിച്ച് ഒരു തീരുമാനം എടുക്കാനാവില്ല. അതിൽ CCF-ന്റേതടക്കം അനുമതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കളക്ടറുമായി ചേരുന്ന ഈ യോഗത്തിൽ തന്നെ ഇക്കാര്യങ്ങളിൽ ആരൊക്കെയാണോ തീരുമാനമെടുക്കേണ്ടത്, ആരിൽ നിന്നൊക്കെയാണോ അനുമതി നേടേണ്ടത്, അവരിൽ നിന്നൊക്കെ അനുമതി തേടാനും എത്രയും പെട്ടെന്ന് തന്നെ ഈ ചർച്ച തീരുമ്പോൾ തന്നെ ഒരു പരിഹാരം കാണാൻ ഉള്ള ഒരു സാധ്യത എത്രത്തോളമാണ്?
11 മണിയോടുകൂടി ആണ് സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാറുള്ളത്. പക്ഷേ അതിന് മുമ്പേ ഈ യോഗം ചേരുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതായത് DFOയുമായി നമ്മൾ രാവിലെ ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്ത് തരത്തിലുള്ള നിലപാടാണ് ഉണ്ടാവുക എന്നുള്ളതിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ CCF തലത്തിൽ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കേണ്ടത്. മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഏത് തരത്തിൽ അതിന് കൃത്യമായൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ പാലിച്ചു വേണം, ആ നടപടികൾ പാലിച്ചു വേണം, നടപടിക്രമങ്ങൾ പാലിച്ചു വേണം ആ നടപടിയിലേക്ക് കടക്കാൻ. അപ്പോൾ മയക്കുവെടി വെക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കുങ്കിയാനകളെ ഉപയോഗിച്ച് അങ്ങനെ ഒരു ഡ്രൈവിന് പറ്റുന്ന ഒരു ടെറൈനും അല്ല ഇത്. ഭൂമിശാസ്ത്രപരമായി ഇത് ഇങ്ങനെ ചെങ്കുത്തായ മലനിരകളുണ്ട്, തൊട്ടടുത്ത് കാടുമാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ഇത് പ്രായോഗികമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഒരു ഡ്രൈവ് നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും ഇതിനകത്ത് ഒരു കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ, എന്താണ് വനംവകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ ആളുകളെ സംബന്ധിച്ച്, അതായത് ഈ ഉന്നതിയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ കുറച്ച് കുടുംബങ്ങൾ, മൊത്തം ഇപ്പോൾ ഉള്ളത് 17 കുടുംബങ്ങളാണ്. 17 ആദിവാസി കുടുംബങ്ങളുണ്ട്. ഇദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അങ്ങനെ 17 18 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ഉന്നതിയാണിത്. അവിടെയാണ് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടേക്കുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനിയിപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ 2 പേർ പാകിസ്ഥാൻ ഭീകരർ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജമ്മുകാശ്മീർ പോലീസ്. ഹാഷിം മുന്ന, അലിഭായ് എന്നിവരാണ് പാക് ഭീകരർ. വിശദാംശങ്ങളുമായി ചേരുന്നത് വിനീത VG തന്നെയാണ്. വിനീത, ഈ 2 വർഷം മുൻപാണ് ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത്. മുൻപ് ഇവർക്ക് ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടത്തിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്? ക്രിസ്റ്റീന, നേരത്തെ തന്നെ 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെടുന്ന 2 പേരാണിവർ. ഈ 2 പേരും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരാണെന്ന് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഹാഷിം മൂസ ഒപ്പം അലിഭായ് എന്നിവരാണ് ഈ പാക് ഭീകരർ. 2 വർഷം മുമ്പാണ് ഇരുവരും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവർക്കുമൊപ്പം കാശ്മീർ സ്വദേശിയായ ആദിൽ ഹുസൈൻ തോക്കറും ഭീകരാക്രമണത്തിൽ പങ്കെടുത്തതായും ജമ്മു കാശ്മീർ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ആദിൽ ഹുസൈൻ തോക്കറിന്റെയും രേഖാചിത്രം നേരത്തെ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു നിമിഷം, ഇപ്പോൾ റിനൈ മെഡ്സിറ്റി ആശുപത്രിയിൽ നിന്നും ഇടപ്പള്ളിയിൽ സ്വദേശിയായ എൻ രാമചന്ദ്രന്റെ മൃതദേഹം പുറത്തേക്കിറക്കുകയാണ്. കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ നടന്ന ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. സ്വന്തം മകൾക്കും കൊച്ചുമക്കൾക്കും മുന്നിൽ വെച്ച് വെടിയേറ്റ് മരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കൊച്ചി നെടുമ്പാശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അതിനുശേഷം റിനായ് മെഡ്സിറ്റി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനായി വയ്ക്കും. മുഖ്യമന്ത്രിയും ഗവർണറും ഗോവ ഗവർണറും അടക്കമുള്ള പ്രമുഖർ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. നിരവധി നാട്ടുകാർ ഇപ്പോൾ തന്നെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ മൃതദേഹം റിനായ് മെഡ്സിറ്റി ആശുപത്രിയിൽ നിന്ന് ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.